ഗുഡ് മോർണിംഗ് ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഉള്ളത് വളരെ പ്രായം ചെന്ന, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഒരു പക്ഷേ ഡോക്ടർ സ്റ്റോക്കിൽ ഇതുവരെ വന്നിട്ടുള്ള ഡോക്ടേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളായിരിക്കും ഡോക്ടർ തോമസ് മാത്യു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ HOD ആയിട്ട് റിട്ടയർ ചെയ്ത് കേരളത്തിൽ ആദ്യമായി ഡയാലിസിസും കിഡ്നി ട്രാൻസ്പ്ലാന്റും ഒക്കെ ആരംഭിച്ച അദ്ദേഹമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം ഇപ്പം കാലിക്കറ്റിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റാണ്. അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന ജനറൽ കിഡ്നി ഡിസീസിനെ കുറിച്ചാണ്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ ഡോക്ടേഴ്സ് ടോക്കിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ആൾ ഡോക്ടർ ആയിരിക്കും. അപ്പോൾ അതൊരു ഡിസ്റ്റിങ്വിഷ്ഡ് പ്രോഗ്രാമാണെന്ന്. ശരി ശരി ശരി, താങ്ക് യു. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കുന്ന കിഡ്നി ഡിസീസിനെ കുറിച്ചാണ്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് എന്താണ് കിഡ്നീസിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ നിലനിൽപ്പിനും ശരീരത്തിലെ ഉള്ളിലെ അന്തരീക്ഷം ഏറ്റവും പെർഫെക്റ്റായിട്ട് വെക്കുന്നതും വൃക്കകളെന്ന് പറയുന്ന ഒരു ജോഡി അവയവങ്ങളാണ്. ആ വൃക്ക വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യയില്ല. 2-3 ദിവസം കിഡ്നി ബന്ധായി പോയാൽ മരണം സുനിശ്ചിതമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യഗൗരവം അറിയാമല്ലോ. അതായത് ശരീരത്തിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നതും ശരീരത്തിൽ രക്തം ഉണ്ടാകാൻ സഹായിക്കുന്നതും ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കൃത്യമായി വെക്കുന്നതിനും അതുപോലെ ശരീരത്തിലെ ലവണങ്ങളുടെ അളവ് കൃത്യമായി വെക്കുന്നതും ശരീരത്തിലെ നമ്മുടെ വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കുന്നതും രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്നതും പിന്നെ നമ്മുടെ ഹോർമോൺസൊക്കെ ഇൻസുലിൻ അതുപോലത്തെ ഹോർമോൺസൊക്കെ മെറ്റബോളൈസ് ചെയ്യുന്നതും രക്തം ഉണ്ടാകാനുള്ള ഹോർമോൺ ഉണ്ടാക്കുന്നതും ഒരുപക്ഷെ ആയുസിൻ്റെ നീളം തന്നെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഈ കിഡ്നിയാണ്. കിഡ്നി ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. കിഡ്നി ഇല്ലെങ്കിൽ ഹാർട്ട് വർക്ക് ചെയ്യില്ല, ലങ്സ് വർക്ക് ചെയ്യില്ല, ബ്രെയിൻ വർക്ക് ചെയ്യില്ല, വളർച്ച കിട്ടില്ല. അങ്ങനെ കംപ്ലീറ്റ് താറുമാറാകുന്നൊരു സ്ഥിതിയാണ് കിഡ്നി ഇല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് കിഡ്നിയുടെ പ്രവർത്തനം ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. 2 ജോഡി അവയവങ്ങൾ വയറിൻ്റെ ഉള്ളിൽ വെർട്ടിബ്രയ്ക്ക്, നട്ടലിന് സമാന്തരമായി 2 സ്ഥലങ്ങളിലും ഒരു പയറിൻ്റെ ആകൃതിയിൽ ഏകദേശം 11 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ കനവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 അവയവങ്ങളാണ് വൃക്കകൾ. ഇത് 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഒരു ഫാക്ടറി പോലെ 20 പ്രാവശ്യം ശരീരത്തിലെ രക്തം മുഴുവൻ ഈ കിഡ്നി ശുദ്ധി ചെയ്യും ഒരു ദിവസം 24 മണിക്കൂർ. എന്നിട്ട് 180 ലിറ്റർ യൂറിൻ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ ഒഴിക്കുന്നത് യൂറിൻ വെറും 1 ലിറ്ററോ അല്ലെങ്കിൽ 1.5 ലിറ്ററോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 180-ൽ 178 റീഅബ്സോർബ് ചെയ്യും. അപ്പോൾ ശരീരത്തിന് ഉപയോഗം കഴിഞ്ഞ ശേഷം ആവശ്യമില്ലാത്ത ജലാംശം, ആവശ്യമില്ലാത്ത ഉപ്പ്, ശരീരത്തിൻ്റെ മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന യൂറിയ, ക്രിയാറ്റിൻ, ഇതൊക്കെ വിഷാംശങ്ങളാണ്. അതൊക്കെ മൂത്രത്തിൽ കൂടെ പുറന്തള്ളുന്നത് ഈ കിഡ്നിയാണ്. പക്ഷേ ആവശ്യമുള്ള ജലം വലിച്ചെടുക്കുകയും ആവശ്യമുള്ള ഉപ്പ് വലിച്ചെടുക്കുകയും ആവശ്യമില്ലാത്തതൊക്കെയും പുറത്ത് തള്ളിക്കളയുന്നത് കിഡ്നിയാണ്. അതുപോലെ ശരീരം വർക്ക് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആസിഡുകളുണ്ടാകാം, അമ്ലങ്ങളുണ്ടാകാം. അതൊക്കെ ശരീരത്തിന് കേടുകൂടാതെ ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവസ്ഥ അത് സന്തുലിതമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ വൃക്കകളാണ്. എവിടെ ചെറിയ കിഡ്നി കേടുവന്ന് ഉടനെ BP കൂടാൻ തുടങ്ങും, ഉടനെ ശരീരത്തിൽ ജലാംശം കൂടാൻ തുടങ്ങും, അല്ലെ ഉപ്പ് കൂടാൻ തുടങ്ങും, അല്ലെ പൊട്ടാസ്യം കൂടാൻ തുടങ്ങും. അങ്ങനെ പല 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 പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നോർമലായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൃക്കകളാണ്. ഓക്കെ ഡോക്ടർ ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതെ അതെ. അപ്പം ഡോക്ടർക്ക് അപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരുപക്ഷെ ഡോക്ടർ ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് എന്തായിരുന്നു, ഇപ്പോഴത്തെ സ്ഥിതി എന്തായിരുന്നു. വൃക്ക രോഗങ്ങൾ വളരെ വളരെ അധികം അതിൻ്റെ എണ്ണം അല്ലെങ്കിൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇൻസിഡൻസ് കൂടി വരികയാണ്. ഇതിനെന്തെങ്കിലും ഒരു കാരണം പറയാനുണ്ടോ? ഇതിന് പല പല കാരണങ്ങളുണ്ട്. വൃക്ക രോഗങ്ങൾ ഇപ്പോൾ വളരെ അധികമാണ്. അതായത് ഇപ്പോഴത്തെ അവൈലബിളായിട്ടുള്ള കണക്കനുസരിച്ച്, അത് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് വികസിത രാജ്യങ്ങളിൽ, അത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ 10% പ്രായപൂർത്തി വന്ന ആളുകളും വൃക്കരോഗങ്ങൾ ഉള്ളവരാണ്. 10%. അതായത് 100-ൽ 10 പേര്, 100 പ്രായമുള്ളവർ നടന്നു പോയാൽ 10 പേർക്കും വൃക്കരോഗമുണ്ട്, അവരറിയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതിന് വലിയൊരു ചോദ്യചിഹ്നമാണ് പറഞ്ഞ പോലെ. പക്ഷേ ഇപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്, ഒന്നാമത് പ്രായം കൂടുന്തോറും വൃക്കയ്ക്ക് കേടുവരും. 60 വയസ്സ് കഴിയുമ്പോൾ വൃക്കകളുടെ പ്രവർത്തനം, 60 വയസ്സായി വൃക്കയ്ക്കും വയസ്സായി, അപ്പോൾ അത്രയും ശക്തിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഒന്ന്, അപ്പോൾ ആളുകൾ പ്രായം കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. രണ്ടാമത് പ്രമേഹം, അതായത് ഡയബറ്റീസ് കിഡ്നിയെ വളരെ മോശമായി ബാധിക്കും.
കിഡ്നിയുടെ വർക്കിങ്ങിനെ മുഴുവൻ താറുമാറാക്കുന്നൊരു രോഗമാണ് പ്രമേഹം. പ്രമേഹം പിടിപെട്ടാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ കിഡ്നിക്ക് കേട് വരും എന്നുള്ളത് സുനിശ്ചിതമാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം ഇപ്പോൾ 30% ആളുകൾക്ക് പ്രമേഹമുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നമ്മുടെ ഇന്ത്യ രാജ്യം പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനമാകാൻ പോവാണ് 2-3 വർഷം കഴിയുമ്പോൾ. കേരളത്തിലാണെങ്കിൽ 30-35% 30 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രമേഹമുണ്ട്. ഒരുപക്ഷെ അവരറിയുന്നില്ലായിരിക്കും, പക്ഷെ നമ്മളെല്ലാവരും ബ്ലഡ് നോക്കിയാൽ അത്രയും പേർക്ക് കാണാം. അപ്പോൾ പ്രമേഹം, പ്രായക്കൂടുതൽ, വേറൊരു രോഗമാണ് രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഇപ്പോൾ ഇല്ലാത്ത ആളുകളില്ല. 25 വയസ്സ് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലത്തെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ട്. ജോലി സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ എന്തിനും സ്ട്രെസ്സാണിപ്പോൾ. കൃത്യസമയത്ത് ഓടണം, ട്രെയിൻ കിട്ടണം, അല്ലെങ്കിൽ ബസ് കിട്ടണം. അങ്ങനെ ഒരു ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ കിഡ്നി അങ്ങോട്ട് വളരെ സഹിക്കും. അപ്പോൾ കിഡ്നി ഇങ്ങനെ സഹിച്ച് അത് കേടുവരികയാണ്. അപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പിന്നെ വ്യത്യസ്ത കാലാവസ്ഥയിൽ ജോലി ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ ഒരു 20-25 വയസ്സ് കഴിയുമ്പോൾ ദുബായിൽ അല്ലെങ്കിൽ സൗദിയിൽ പോകും. ഇവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ കാലാവസ്ഥയും വളരെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഒരു കാലാവസ്ഥയ്ക്ക് യോജിച്ച കാലാവസ്ഥയിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വർഷങ്ങളെ താമസിക്കുമ്പോൾ ശരീരത്തിന് കേട് വരാൻ തുടങ്ങും, കിഡ്നിയിൽ കല്ല് വരാൻ തുടങ്ങും, ഉപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ കാലാവസ്ഥ വ്യത്യാസം. പിന്നെ വ്യായാമമില്ലായ്മ വലിയൊരു കിഡ്നിക്ക് രോഗം വരുന്നൊരു കാര്യമാണ്. വ്യായാമമില്ലാതെ അമിത ഭക്ഷണം, ഈ ഫാസ്റ്റ് ഫുഡ്, ഉപ്പ് അധികം ചേർന്ന ഭക്ഷണങ്ങൾ, ബർഗർ, ഇതൊക്കെ അധികം കഴിച്ചു കഴിഞ്ഞാൽ, ടൊമാറ്റോ സോസ്, ടൊമാറ്റോ പേസ്റ്റ്, ഇതൊക്കെ അധികം ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അത് കിഡ്നിക്ക് കേടുകൾ വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാന കാരണം ജീവിതശൈലി മാറ്റം. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ ശൈലി മാറ്റം കൊണ്ടാണ് കിഡ്നി രോഗങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ശൈലി മാറ്റത്തിൻ്റെ ഭാഗമാണല്ലോ പ്രമേഹവും രക്തസമ്മർദ്ദവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പോകുന്നതാണ് ഈ വൃക്ക രോഗങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ഔട്ട് പേഷ്യൻറ്റിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10-15 വർഷം മുമ്പ് ഒരു ആഴ്ചയിൽ ഒരു 5 വൃക്ക രോഗികളെ കണ്ടുവന്ന് വരാം, വൃക്ക ഫെയിൽ ചെയ്തവർ. ഇപ്പോൾ ദിവസം 5 പേരെയാണ് കാണുന്നത്. അത്രത്തോളം കൂടിപ്പോയി. അത് ജീവിതശൈലി കൊണ്ടാണ് കൂടുതലെന്നാണ് തോന്നുന്നത്. ഡോക്ടർ, നേരത്തെ നമ്മൾ കിഡ്നി രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളിപ്പോൾ കാണുന്ന 100 പേരിൽ 10 പേര് കിഡ്നി രോഗികളാകാം. പക്ഷേ ഇത് അവരറിയുന്നില്ലെന്നേ ഉള്ളൂ. അതെന്താ അങ്ങനെ പറയാം? ഒരു രോഗം ഉണ്ടെങ്കിൽ അറിയണ്ടേ? അതെ. ഈ കിഡ്നി വളരെ സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു അവയവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ രോഗം വരുന്നത് അറിയില്ല. അതിന് ബാഹ്യ ലക്ഷണങ്ങളൊന്നുമില്ല. ബാഹ്യ ലക്ഷണങ്ങൾ വരുമ്പോഴത്തേനും 50% അല്ലെങ്കിൽ 60% കിഡ്നി ഫെയിൽ ചെയ്യുമ്പോഴേ പുറമേ ലക്ഷണങ്ങൾ വരുള്ളൂ. അതേസമയം നമ്മൾ പരിശോധിച്ചാൽ, ഒരു രോഗിയെ പരിശോധിച്ചാൽ ഡോക്ടർക്ക് അറിയാൻ പറ്റും വൃക്ക രോഗമുണ്ടെന്ന്. ഒരു രോഗിക്ക് അറിയണമെങ്കിൽ ചില ലക്ഷണങ്ങളുണ്ട്, ബാഹ്യ ലക്ഷണങ്ങൾ. പക്ഷേ ബാഹ്യ ലക്ഷണം വരുമ്പോഴത്തേനും 60% കേട് വന്നു പോകും. ബാഹ്യ ലക്ഷണം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ പറയാം. ഇപ്പോൾ മുഖത്ത് നീര്, അല്ലെങ്കിൽ കാലിൽ നീര്, രാവിലെ എഴുന്നേറ്റ് വരുമ്പം കണ്ണിൻ്റെ അടിഭാഗത്ത് നീർക്കെട്ട്, കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കാലിൽ നീര്, രാവിലെ ആകുമ്പോൾ അത് പോകും. ഇതാണ് ആദ്യത്തെ ലക്ഷണം. അതല്ലേ വിശപ്പില്ലായ്മ, നടുവേദന, കൈകാലുകൾക്ക് വേദന, പേശികൾക്ക് വേദന, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വളർച്ചക്കുള്ള മരുന്ന് കഴിച്ചാലും വളർച്ച മാറുകയില്ല. പിന്നെ ബ്ലഡ് പ്രഷർ കൂടുക. ഒരു 30 വയസ്സുകാരന് ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ അസുഖമാണ് ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ ഒരു കാരണം കണ്ടുപിടിക്കപ്പെടുകയാണ്. രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. പക്ഷെ അറിയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ 50%-60% കേടുവരും. പിന്നെ കാര്യക്ഷമമായി നോക്കുന്ന ഒരാൾക്ക് മൂത്രത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ വൃക്കയ്ക്ക് രോഗമാണെന്നറിയാം. അത് അധികം പേരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ചിലർ പറയും ഞങ്ങൾ മൂത്രം ഒഴിക്കുന്ന കുറവായി പോകുന്നു, അത് വൃക്കരോഗ കാരണമാണ്. രാത്രി എണീറ്റ് പല പ്രാവശ്യം മൂത്രം ഒഴിക്കേണ്ടി വരിക, പ്രായമുള്ളവരല്ല ചെറുപ്പക്കാരില്ല. അങ്ങനെ വന്നാൽ വൃക്കരോഗത്തിന് കാരണമാണ്. അല്ല അടിക്കടി എപ്പോഴും മൂത്രം ഒഴിക്കേണ്ടി വരിക, ഇതൊക്കെ വൃക്കയ്ക്ക് ഒരു രോഗം വന്നുള്ള ലക്ഷണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ പരിശോധന നടത്തണം. ഇതിപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ഡോക്ടർ പരിശോധന. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു 60% കിഡ്നി ഡാമേജ് സംഭവിച്ചു കഴിയുമ്പോഴേ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കൊരു പരിഹാരം എന്താണ്? ഇതിനകത്ത് സ്ക്രീനിങ് നടത്തി കണ്ടുപിടിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ പരിഹാരം റെഗുലറായി മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായും വർഷത്തിലൊരിക്കൽ നിർബന്ധമായും നമ്മുടെ രക്തവും മൂത്രവും പരിശോധിക്കണം. സിമ്പിൾ ടെസ്റ്റ്, വെറും ഒരു യൂറിൻ അനാലിസിസ് ചെയ്താൽ വൃക്കയ്ക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് കാണിക്കും. യൂറിനിൽ ആൽബുമിൻ അല്ലെങ്കിൽ മൈക്രോ ആൽബുമിൻ,
യൂറിൽ രക്തത്തിൻ്റെ അംശം, അല്ലെ പഴുപ്പിൻ്റെ അംശം, അല്ലെ ക്രിസ്റ്റലുകൾ, ഇങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ട്. വൃക്കയ്ക്ക് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മൂത്രപരിശോധന എന്നറിയാം. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കലൊരു ചെക്കപ്പ് ചെയ്യണം. ഒന്ന്, അത് സാധാരണ ആരോഗ്യമുള്ള ഒരാൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും വൃക്കരോഗം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും 6 മാസത്തിലൊരിക്കൽ ചെക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗമുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവരും തീർച്ചയായിട്ടും ചെക്കപ്പ് ചെയ്യണം. ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് പ്രമേഹമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുള്ള ആളാണെങ്കിൽ തീർച്ചയായും 6 മാസത്തിലൊരിക്കൽ യൂറിനൊക്കെ ചെക്ക് ചെയ്യണം, ബ്ലഡ് ചെക്ക് ചെയ്യണം. ഈ കിഡ്നിക്ക് കേട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ചില അത് സൈലൻ്റായിട്ടാണല്ലോ കേട് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഈ കിഡ്നി ഡിസീസ് ഇപ്പോൾ വന്നു എന്നിരിക്കട്ടെ, ഒരാൾക്ക് കിഡ്നി ഡിസീസിൻ്റെ സ്റ്റാർട്ടിങ് വന്നാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ കിഡ്നിക്ക് 100 തരം രോഗങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ ചുമതല ഏത് തരം രോഗമാണ് ഈ പേഷ്യൻറ്റിന് വന്നിട്ടുള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചിട്ട് ആ രോഗത്തിന് എന്ത് ചികിത്സ വേണ്ടതെന്ന് തീരുമാനിക്കും. ഇനിയിപ്പോൾ ആ രോഗം കുടുംബപരമായിട്ടുള്ള രോഗമാണോ, ജന്മനാലുള്ള രോഗമാണോ, മാറുന്ന രോഗമാണോ, അതോ വർഷങ്ങളോളം ഉള്ളിലുണ്ടാകുന്ന രോഗമാണോ, ഭക്ഷണത്തിൽ നിന്ന് വന്നതാണോ എന്നത് കണ്ടുപിടിച്ചിട്ട് അതിന് പ്രതിവിധി നിശ്ചയിക്കാൻ സാധിക്കും. ഈ കിഡ്നി ഡിസീസിൻ്റെ ബാക്കി ലക്ഷണങ്ങളെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. രോഗം വരുന്നത് ലേറ്റായിട്ടാണെന്നും പറഞ്ഞു. അതെ, രോഗലക്ഷണങ്ങൾ പുറമേ കാണുന്ന ലേറ്റ്. ഇത് വരാതിരിക്കാൻ നമുക്കൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് എന്ത് ചേഞ്ചസ് വരുത്താം? ശരി, പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് ഒരുപാട് സംഗതി ചെയ്യാനുണ്ട്. ഒന്നാമത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. അതായത് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കുറയ്ക്കണം, നമ്മൾ കഴിക്കുന്ന ഉപ്പ് കുറയ്ക്കണം, ആവശ്യമുള്ള വെള്ളമേ കുടിക്കാവൂ, ആവശ്യമുള്ള വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കാതിരിക്കരുത്. പിന്നെ ഈ അനാവശ്യമായി മരുന്നുകൾ കഴിക്കരുത്, പ്രത്യേകിച്ച് വേദന സംഹാര ഗുളികകൾ. പോയി കൗണ്ടറിൽ പോയി ചോദിച്ചിട്ട് ഒരു പാരസെറ്റമോൾ കഴിക്കുക, അല്ലെങ്കിൽ ബ്രൂഫൻ പോലത്തെ ഗുളിക കഴിക്കുക. അതൊക്കെ കഴിച്ചാൽ കിഡ്നിയിൽ വളരെ കേടുവരും. പിന്നെ വെയിറ്റ് കൂടാൻ പാടില്ല, ഓവർ വെയിറ്റ് വരാൻ പാടില്ല. എക്സസൈസ് ആവശ്യമാണ്, ശരീരത്തിന് ആവശ്യമുള്ള എക്സസൈസ് വേണം. അനാവശ്യമായ ഭക്ഷണങ്ങൾ കഴിക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹം, രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കും ആ രോഗം വരാമെന്നും അതുമൂലം കിഡ്നിക്ക് തകരാറാകും എന്ന് സാധ്യതയുണ്ടെന്നും നാം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അധികം ഈ വിവരം കൃത്യമായിട്ട് അറിയാത്ത ചില മരുന്നുകൾ, അതായത് ചില ഭസ്മങ്ങൾ, ചില ലേഹ്യങ്ങൾ, ചില മെഡിസിൻ എന്താണെന്ന് വ്യക്തമായി അറിയാൻ വയ്യാത്ത മരുന്നുകൾ വാങ്ങിക്കഴിക്കരുത്. ചിലരിപ്പം ശരീരം നന്നാകാനെന്ന് പറഞ്ഞ് ചില മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അല്ലാതൊക്കെ വാങ്ങിക്കഴിക്കും. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് എന്താണെന്ന് അറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് കേടുവരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കരപ്പൻ, ചൊറി, ചരങ്ങ്, ടോൺസിലൈറ്റിസ് ഇതൊക്കെ കിഡ്നിക്ക് കേടുവരും. അപ്പോൾ അതൊക്കെ അങ്ങനെ വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് അതിന് ചികിത്സ എടുക്കണം. സ്വന്തമായി ചികിത്സിക്കാൻ പാടില്ല. ഒരസുഖവും സാരമില്ല എന്ന് കൊണ്ടുപോകാനും പാടില്ല. ഈ കിഡ്നി ഡിസീസിനെ കുറിച്ച് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം കുടിക്കണം, ആവശ്യമുള്ള വെള്ളം കുടിക്കണം, ആവശ്യത്തിലുള്ള വെള്ളം കുടിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഈ പലപ്പോഴും വെള്ളം കുടിയുടെ അളവിനെ കുറിച്ചൊരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ട്. ചിലർ ഒരുപാട് വെള്ളം കുടിക്കുന്നവരുണ്ട്, കുറച്ച് കുടിക്കുന്നവരുണ്ട്. ഇതേതാ ശരി? സാധാരണ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു 1.5 ലിറ്റർ മൂത്രം ഒരു ദിവസം ഉണ്ടാവും. അങ്ങനെ ഒരു 1.5 ലിറ്റർ മൂത്രം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മിനിമം 2 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം, ശുദ്ധമായ വെള്ളം. എന്നാലേ നമുക്ക് 1.5 ലിറ്റർ മൂത്രം കിട്ടുള്ളൂ. ചില അസുഖങ്ങൾക്ക്, അതായത് കിഡ്നിയിൽ കല്ലുണ്ടാവുക, മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക, ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് ഒരു 2.5-3 ലിറ്ററോളം വെള്ളം കുടിക്കണം. എന്നാലേ കല്ലൊന്നും ഉള്ളിൽ പോകാതെ ഉള്ള കല്ല് അലിഞ്ഞു പോകാനൊക്കെ സഹായിക്കുള്ളൂ. അതേസമയം നീരുള്ള ചില രോഗങ്ങളുണ്ട്, നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം എന്നൊക്കെ പറയും. അവർക്ക് ശരീരത്തിൽ നീര് കെട്ടി നിൽക്കുമ്പോൾ അധികം വെള്ളം കുടിച്ചാൽ നീര് കൂടും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം, 1 ലിറ്റർ താഴെ പാടുള്ളൂ. അത് ഡോക്ടർ നിശ്ചയിക്കും. അപ്പോൾ ചില അസുഖങ്ങൾക്ക് വെള്ളം കൂടുതൽ കുടിക്കണം, നീര് പോലുള്ള അസുഖമുള്ളവർ വെള്ളം കുറച്ച് കുടിക്കണം. കിഡ്നി ഫെയിൽ ചെയ്യുന്ന രോഗികൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവേ പാടുള്ളൂ. എന്നുവെച്ചാൽ കിഡ്നിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു മിഥ്യാധാരണ ഉണ്ട്, ധാരാളം വെള്ളം കുടിച്ചാൽ കിഡ്നിയൊക്കെ ശരിയാവും. അതും ശരിയല്ല. അധികമായാലും അമൃതും വിഷമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അപ്പോൾ അധികം അങ്ങനെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ കുടിക്കേണ്ട കാര്യമില്ല. പിന്നെ കൂടുതൽ വേർക്കുക, കൂടുതൽ പുറത്ത് അധ്വാനം ചെയ്യുക, അങ്ങനെയുള്ള ആളുകൾക്ക് ദാഹം കൂടുതലുണ്ടെങ്കിൽ വെള്ളം അധികം കുടിക്കാം, അതിന് സംശയമില്ല. വെറുതെ ഇരിക്കുന്നവർ അങ്ങനെ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ രാവിലെ തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം കുടിക്കും, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പിന്നെയും 3 ഗ്ലാസ് വെള്ളം. അതിൻ്റെ ആവശ്യമില്ല. അത് വെറുതെ കിഡ്നിയെ ടാക്സ് ചെയ്യുകയാണ്. കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ഒരുപാട് ആഹാര നിയന്ത്രണങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അതൊന്ന് പറയാം. കിഡ്നി രോഗം വരുമ്പോൾ ആഹാരങ്ങൾ ഒരുപാട് നിയന്ത്രിക്കണം. കിഡ്നി രോഗമില്ലാത്ത അവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാം എന്ത് കഴിച്ചാലും നമ്മുടെ ഉള്ളിലത്തെ അന്തരീക്ഷം കിഡ്നി പെർഫെക്റ്റായിട്ട് വെക്കും. ഇപ്പോൾ 10 ഗ്ലാസ് വെള്ളം കുടിച്ചാലും ഒരു കുഴപ്പം വരില്ല. അതിലൊരു
1/4 കിലോ ഉപ്പ് തിന്നാലും ഒരു കുഴപ്പം വരില്ല. അതേസമയം കിഡ്നിക്ക് ഒരു രോഗം വരുമ്പോൾ ഇതൊന്നും ശരീരം അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കിഡ്നി രോഗം വരുന്നവർ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം, എണ്ണ മെഴുക്കിൻ്റെ അളവ് കുറയ്ക്കണം, അതായത് പപ്പടം, അച്ചാർ ഇങ്ങനത്തെ അധികം ഉപ്പുള്ള സംഗതികൾ കുറയ്ക്കണം, എരിവ് കുറയ്ക്കണം, തേങ്ങ, വെളിച്ചെണ്ണയൊക്കെ കുറയ്ക്കണം. അതിന് പുറമേ പൊട്ടാസ്യത്തിൻ്റെ അളവ് അധികമുള്ള സംഗതികൾ ഒഴിവാക്കണം. അതായത് ചില പഴങ്ങൾ, ഓറഞ്ച്, മുന്തിരി, ഇളനീര്, മുസമ്പി, ഇതിലൊക്കെ പൊട്ടാസ്യം ഒരുപാട് അധികമാണ്. പൊട്ടാസ്യം അധികം ചെന്നാൽ അത് ഹാർട്ടിൻ്റെ താളത്തെ തെറ്റിക്കും. അപ്പോൾ കിഡ്നിക്ക് കുറച്ച് കേടുള്ളപ്പോൾ ഈ പൊട്ടാസ്യം യൂറിനിൽ കൂടെ പുറത്ത് പോകില്ല, അത് കെട്ടി നിൽക്കും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ പൊട്ടാസ്യം അധികമുള്ള, പ്രത്യേകിച്ച് ഇന്ദുപ്പ്, ചിലർ പറയും ഇന്ദുപ്പ് കഴിക്കാമെന്ന് പറയും. ഇന്ദുപ്പ് വളരെ കുഴപ്പമാണ്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡാണ്. അത് ചെന്ന് കഴിഞ്ഞാൽ കിഡ്നിക്ക് അതിന് പുറത്ത് കളയാൻ ഒക്കില്ല. അപ്പോൾ ഇന്ദുപ്പ് പാടില്ല. പിന്നെ പൊട്ടാസ്യം അധികമുള്ള ഭക്ഷണങ്ങൾ, പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ പാടില്ല. തേങ്ങയിൽ പൊട്ടാസ്യമുണ്ട്, പൊട്ടാറ്റോയ്ക്കകത്ത് പൊട്ടാസ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കണം. നിർത്താനല്ല, എല്ലാത്തിൻ്റെ അളവ് കുറയ്ക്കണം. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ കഴിക്കാവൂ. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഏറ്റവും കുറയ്ക്കണം. ഒരു ദിവസം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളത് പ്രോട്ടീൻ, അതായത് മാംസ്യത്തിൻ്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാമാണ് ആവശ്യം. അതായത് ഒരു പ്രായപൂർത്തി വന്ന ആൾക്ക് ഏകദേശം 35-40 ഗ്രാം വരെ ഒരു ദിവസം മാംസ്യം കഴിക്കാം. അത് മീനോ ഇറച്ചിയോ അല്ലെ വെജിറ്റബിൾ പ്രോട്ടീൻ. അതേസമയം കിഡ്നിയുടെ അസുഖം വന്നാൽ 0.5 to 0.8 ഗ്രാമേ പാടുള്ളൂ. അത് ഏകദേശം 25-30 ഗ്രാമേ പാടുള്ളൂ. അതായത് ഇറച്ചി കുറയ്ക്കണം, മീൻ കുറയ്ക്കണം, അല്ലെങ്കിൽ മുട്ട കുറയ്ക്കണം, അതുപോലെ ചെറുപയർ, കടല, പരിപ്പ്, ഇങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ പ്രോട്ടീൻ കുറയ്ക്കണം, ഉപ്പ് കുറയ്ക്കണം, എണ്ണ മെഴുക്ക് കുറയ്ക്കണം, പൊട്ടാസ്യം അധികമുള്ള വസ്തുക്കൾ കുറയ്ക്കണം. ഇത് വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ അളവ് ഡോക്ടർ പറയുന്ന അളവിലേ പാടുള്ളൂ. നമ്മൾ തുടർന്ന് പറയുമ്പോൾ ഈ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന സാധനം ഉണ്ടല്ലോ, അതെ അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയുമ്പോൾ സ്ഥായിയായ വൃക്ക പരാജയം, അതായത് വൃക്കകൾ പെർമനൻ്റായിട്ട് ഡാമേജ് ആയി പോവുക. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. പ്രധാന കാരണം കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന നെഫ്രൈറ്റിസ് എന്നുള്ള അസുഖം, ക്രോണിക് നെഫ്രൈറ്റിസ്. അത് കിഡ്നിയുടെ ഉള്ളിലുള്ള ഫിൽറ്റർ ചെയ്യുന്ന ഭാഗമാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. ആ നെഫ്രോൺ ഇങ്ങനെ സാവധാനം കേടുവന്ന് നശിച്ചു പോവുക. അതാണ് ഒരു പ്രധാന കാരണം. കിഡ്നി രണ്ടും അങ്ങ് ചുരുങ്ങും. 15 സെൻറ്റിമീറ്റർ ഉള്ളത് 7 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ചുരുങ്ങിപ്പോൾ കിഡ്നികൾ രണ്ടും ചെറുതായിപ്പോൾ. വേറൊരു പ്രധാന കാരണം പ്രമേഹം. 45% ക്രോണിക് കിഡ്നി ഫെയിലറും പ്രമേഹ രോഗം കൊണ്ടുണ്ടാകുന്നതാണ്. പ്രമേഹം വന്നിട്ട് 10-15 വർഷമാകുമ്പോൾ തീർച്ചയായും കിഡ്നി കേടാവും. ചില ഈ ഷുഗർ ഇങ്ങനെ കിഡ്നിയുടെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്, അത് കിഡ്നി കേടായിപ്പോൾ. അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം. ഈ അധികം പ്രഷർ കിഡ്നിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് 140/80 കൂടുതൽ ചെന്നാൽ കിഡ്നി കേടുവരാൻ തുടങ്ങും. വർഷങ്ങളായി 140-80 കൂടുതൽ BP ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ കിഡ്നി രണ്ടും ചുരുങ്ങും. ആ ചുരുങ്ങിയത് നേരെയാക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കാലത്തുണ്ടാകുന്ന നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്തസമ്മർദ്ദം, പിന്നെ അമിതമായി വേദന സംഹാര ഗുളികകൾ ഉപയോഗിച്ചാൽ, പിന്നെ നിരന്തരമായ ചില മരുന്നുകൾ, പ്രത്യേകിച്ച് സന്ധിവീക്കത്തിനുള്ള മരുന്നുകൾ, ക്യാൻസറിനുള്ള മരുന്നുകൾ, പിന്നെ പറഞ്ഞ പോലെ അറിയപ്പെടാത്ത ചില മരുന്നുകൾ, ഓവർ ദ കൗണ്ടർ വാങ്ങിക്കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് കഴിച്ചാലും കിഡ്നി ഫെയിലർ വരും. അപ്പോൾ ഇതാണ് യൂഷ്വൽ കോസസ് ഓഫ് ക്രോണിക് കിഡ്നി ഫെയിലർ. പിന്നെ ജന്മനാലേ ഉണ്ടാവും ഈ പോളിസിസ്റ്റിക് കിഡ്നി എന്നൊക്കെ പറഞ്ഞ് കുടുംബപരമായിട്ടും പരമ്പരാഗതമായിട്ടും ജന്മനാ ഉണ്ടാകുന്ന കിഡ്നികളുണ്ട്. പിന്നെ വേറൊരു പ്രധാന കാരണം മൂത്രത്തിൽ പഴുപ്പ് വരിക, യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക്. അത് സ്ത്രീകൾക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത്, പുരുഷന്മാർക്കുണ്ടാകാം. ആ ഇടയ്ക്കിടയ്ക്ക് കിഡ്നിയിൽ പഴുപ്പ് വന്നാൽ കിഡ്നി രണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ കേടാവും. പ്രായമായ പുരുഷന്മാരിൽ, അതായത് 55-60 വയസ്സിന് ശേഷം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പാട്, പ്രോസ്റ്റേറ്റ് ബിനൈൻ ഹൈപ്പർട്രോഫി പ്രോസ്റ്റേറ്റ് എന്ന് പറയും. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ മൂത്രം ശരിക്കും പോകാതെ ഉള്ളിൽ കെട്ടി നിന്നിട്ട് കിഡ്നി ഫെയിലർ ഉണ്ടാക്കും. വേറൊരു പ്രധാന കാരണം കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാകുന്ന റീനൽ സ്റ്റോൺ ഡിസീസ്. അപ്പോൾ കല്ല് വന്നു കഴിഞ്ഞാലും കേടുവരും, കിഡ്നി പെർമനൻ്റായിട്ട് ഡാമേജ് ആകും കുറച്ച് വർഷം കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് സാധാരണ കാരണങ്ങൾ ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിലോ? ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അത് സാധാരണ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ഒക്കില്ല, അതേസമയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആദ്യം തന്നെ കിഡ്നി ഇങ്ങനെ ഫെയിൽ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ ഭക്ഷണം നിയന്ത്രിക്കണം, പ്രോട്ടീൻ നിയന്ത്രിക്കണം, ഉപ്പ് നിയന്ത്രിക്കണം, രക്തസമ്മർദ്ദം കുറയ്ക്കണം, പ്രമേഹം കൺട്രോൾ ചെയ്യണം. പിന്നെ കിഡ്നിയുടെ ഡിറ്റീറിയേഷൻ പിടിച്ചു നിർത്താനായിട്ടുള്ള മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഭക്ഷണത്തിൽ ക്രമീകരണം, മരുന്ന്, വിറ്റമിൻസ് കഴിക്കണം, വിറ്റമിൻ D വേണം, അയൺ വേണം. പിന്നെ കിഡ്നി ഉണ്ടാക്കുന്ന ഹോർമോൺ നമ്മൾ കുത്തിവെക്കണം, ഉണ്ടാക്കാത്തതുകൊണ്ട്. ഉദാഹരണമായി എറിത്രോപോയറ്റിൻ എന്നുള്ള ഹോർമോൺ രക്തം ഉണ്ടാകാൻ വേണ്ടി കുത്തിവെക്കണം. അതും വരാതെ പോവുകയാണെങ്കിൽ
നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഡയാലിസിസ് എന്ന് പറയും. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. രക്തം ശുദ്ധീകരിക്കുക, കിഡ്നിയുടെ ജോലി ഒരു മെഷീൻ ചെയ്യുക. ആർട്ടിഫിഷ്യൽ കിഡ്നി ഒരു ഫിൽറ്ററിൻ്റെ അകത്തൂടെ ബ്ലഡ് ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ശുദ്ധി ചെയ്താൽ പിന്നെ സുഖമായി ജീവിക്കാൻ സാധിക്കും. കിഡ്നി ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ടാകും, പക്ഷേ ലൈഫ് ലോങ് ആയിട്ട് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് കിഡ്നി ഒരെണ്ണം പുതിയത് വെച്ച് പിടിപ്പിക്കുക, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. രക്തബന്ധത്തിലുള്ള അതേ രക്തഗ്രൂപ്പുള്ള ഒരാൾ ഡൊണേറ്റ് ചെയ്യുന്ന കിഡ്നി വെച്ച് പിടിപ്പിക്കുക. എന്നാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ വീണ്ടും ജീവിതം സുഗമമായി മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ 2 കിഡ്നി ഉള്ള ഒരാൾക്കായിരിക്കുമല്ലോ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് വരുന്നത്. അതെ. അപ്പം മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കിഡ്നി മാറ്റി വയ്ക്കുമോ അതോ ഒരെണ്ണം വയ്ക്കുമോ? കിഡ്നിക്ക് സാധാരണ രോഗം വരുന്നത് രണ്ടിനും ഒരുപോലെയാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ രോഗം വരുമ്പോൾ ആ കിഡ്നി ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കാൻ സുഗമമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഒരു കിഡ്നി മാത്രം മതി. അതുകൊണ്ടാണ് നമ്മളൊരു ജീവിക്കുന്ന ആരോഗ്യമായ ഒരാളുടെ അടുത്തുനിന്ന് ഒരു കിഡ്നി എടുത്തിട്ട് ഈ രോഗിക്ക് വെച്ച് കൊടുക്കുന്നത്. ഒരു കിഡ്നി മതി സുഗമമായ ജീവിതത്തിന്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന ആൾക്ക് അതുകൊണ്ട് യാതൊരു ദോഷവും വരാനില്ല. ഇപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഒരാൾക്ക് 2 കിഡ്നി വന്നിരിക്കുന്നത്? അതിന് ഉത്തരവില്ല. അത് ഈശ്വരൻ അങ്ങനെ തന്നാന്ന് മാത്രം. ഒന്ന് ഡൊണേഷൻ ആണെന്ന് വേണമെന്നാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ ഡൊണേഷൻ ചെയ്യുന്നതുകൊണ്ട് ഡോണർക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഡോണർക്ക് സാധാരണഗതിയിൽ യാതൊരു കേടുപാടും സംഭവിക്കില്ല. അയാൾക്ക് 2 കിഡ്നി ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ രോഗങ്ങൾ ഭാവിയിൽ വരാമോ അതേപോലെ തന്നെ ഉള്ളൂ ഒന്നുള്ളപ്പോഴും. ഒന്ന് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു രോഗം വരാനില്ല. എന്നിരുന്നാലും അവർ കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതിയും കൃത്യമായിട്ടുള്ള ചെക്കപ്പും തുടർന്നുകൊണ്ട് പോകണം. ഈ പറഞ്ഞ പോലെ കിഡ്നിക്ക് വരാനുള്ള എല്ലാ രോഗങ്ങളും അവർക്കും പിടിപെടാം. ഡൊണേറ്റ് ചെയ്ത ഒരു സേഫ്റ്റി ഒരു ഗ്യാരണ്ടി അല്ല, അതുകൊണ്ടൊന്നും വരില്ല. അപ്പോൾ അവർ പ്രമേഹം വരാതെ, ഷുഗർ വരാതെ, രക്തസമ്മർദ്ദം വരാതെ ഒക്കെ നോക്കണം. അല്ല അതുകൊണ്ട് വേറൊരു ദോഷവശമില്ല. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് വന്ന ഒരാൾക്ക് അയാളുടെ ശാരീരികമായ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടായിരിക്കുമല്ലോ ഈ പ്രശ്നം വന്നിരിക്കുക. അപ്പോൾ ഈ മാറ്റി വയ്ക്കുന്ന കിഡ്നിക്കും ഇതേ പ്രശ്നം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ഡയബറ്റീസ് കൊണ്ടിട്ട്, പ്രമേഹം കൊണ്ടിട്ട് കിഡ്നി ഫെയിൽ ചെയ്ത ഒരാൾക്ക് നമ്മളൊരു പുതിയ കിഡ്നി ആവശ്യം വന്നപ്പോൾ വെച്ച് പിടിപ്പിച്ചാൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ തുടർന്ന് കൺട്രോൾ ചെയ്ത് വെച്ച് പിടിപ്പിച്ച കിഡ്നിക്കും ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഡയബറ്റീസ് പിടിക്കാം. അതുപോലെ രക്തസമ്മർദ്ദമുള്ള ഒരാൾക്ക് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാതിരുന്നാൽ പുതിയ വെക്കുന്ന കിഡ്നിക്കും വർഷങ്ങൾ കഴിയുമ്പോൾ രക്തസമ്മർദ്ദത്തിൻ്റെ കേട് വരാൻ തുടങ്ങും. അതെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് മരുന്നുകൾ കൃത്യമായി കഴിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ തോമസ് മാത്യു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരുപക്ഷെ എൻ്റെ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ ഡോക്ടറായിരിക്കും. കേരളത്തിൽ ആദ്യമായിട്ട് ഡയാലിസിസും കേരളത്തിൽ ആദ്യമായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റും ഒക്കെ ചെയ്തു തുടങ്ങിയ നെഫ്രോളജിസ്റ്റാണെന്ന് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം വളരെ വിശദമായിട്ട് കിഡ്നി എന്ന് പറയുന്ന അവയവത്തെക്കുറിച്ചും ആ അവയവത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും അത് നല്ല രീതിയിൽ അതിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും അതുപോലെ അതിനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അസുഖം വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ അവരവരുടെ യൂറിനും ബ്ലഡും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ അപകട സാധ്യതകളുണ്ടെങ്കിൽ അതിലറിയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ കുറേയധികം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ആഹാര നിയന്ത്രണങ്ങളും ഒക്കെ ഡോക്ടർ പറഞ്ഞു. കഴിയുമെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതിയ വീണ്ടും കാണാൻ മറ്റൊരു വിഷയവുമായിട്ട് ബൈ.